മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് നെറ്റ് ഇൻകം അപ്രോച്ച്, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്, NI തിയറി അല്ലെങ്കിൽ NOI തിയറി എന്ന് പറയും. ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ട്രഡീഷണൽ അപ്രോച്ചിലെ ട്രഡീഷണൽ തിയറിയാണ്. നെറ്റ് ഇൻകം അപ്രോച്ചും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചും ഡെവലപ്പ് ചെയ്തത്, സജസ്റ്റ് ചെയ്തത് ഡേവിഡ് ഡൊറൻ്റാണ്. ഡേവിഡ് ഡൊറൻ്റ്. ഇവിടെ ട്രഡീഷണൽ അപ്രോച്ച് ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്തത് സോളമൻ എസ്രയാണ്. സോളമൻ എസ്ര. ഈ രണ്ട് തിയറിയുടെയും ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് എന്ത് അറിയപ്പെടുന്നത്? ട്രഡീഷണൽ അപ്രോച്ച് അറിയപ്പെടുന്നത്. ഈ നെറ്റ് ഇൻകം അപ്രോച്ചും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൻ്റെയും ഒരു ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ മിക്സ്, രണ്ട് കോൺസെപ്റ്റിൻ്റെയും ഒരു മിക്സ്ഡ് ആണ് ഇവിടെ വരുന്നത്, ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ അകത്ത് വരുന്നത്. അതുകൊണ്ട് ഇതിനെ ഇൻ്റർമീഡിയറ്റ് അപ്രോച്ച് എന്ന് അറിയപ്പെടുന്നു. ഏതിനെ? ട്രഡീഷണൽ അപ്രോച്ചിന്. നോക്കാം, ഈ ട്രഡീഷണൽ അപ്രോച്ച് മനസ്സിലാക്കാൻ ഈ രണ്ട് അപ്രോച്ചും കൂടി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. നെറ്റ് ഇൻകം അപ്രോച്ച് എന്തായിരുന്നു പറഞ്ഞത്? നെറ്റ് ഇൻകം അപ്രോച്ച് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തിയാൽ, അതായത് ഡെപ്റ്റ് കൂട്ടുകയാണെങ്കിൽ, ഡെപ്റ്റിൻ്റെ പ്രൊപ്പോർഷൻസ് കൂട്ടുകയാണെങ്കിൽ അവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യും, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുകയും ഫേമിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുമെന്നാണ് നെറ്റ് ഇൻകം അപ്രോച്ച് പറയുന്നത്. ഇത് റിലവൻ്റ് തിയറിയാണ്. അത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തിയാൽ അല്ലെങ്കിൽ ഡെപ്റ്റിൻ്റെ പ്രൊപ്പോർഷൻസ് കൂട്ടിയാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മാറ്റം വരുന്നില്ല, അതുകൊണ്ട് തന്നെ വാല്യൂ ഓഫ് ദ ഫേമിൽ മാറ്റം വരുന്നില്ല എന്നാണ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് പറയുന്നത്. ഇത് രണ്ടിൻ്റെ ഒരു മിക്സ്ഡ് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ട്രഡീഷണൽ അപ്രോച്ച് പറയുന്നു. ഒരു പരിധി വരെ എന്ത് ചെയ്യുന്നുണ്ട്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ അകത്ത് മാറ്റം വരുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഡെപ്റ്റിൻ്റെ പ്രൊപ്പോർഷൻസ് കൂട്ടുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്? റിഡ്യൂസ് ചെയ്യുകയും വാല്യൂ ഇൻക്രീസ് ഒരു പരിധി വരെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്ലൈനിലേക്ക് പോകുന്നുണ്ട് എന്നാണ് ട്രഡീഷണൽ അപ്രോച്ച് പറയുന്നത്. ഒരു 3 സ്റ്റേജായിട്ടാണ് ട്രഡീഷണൽ അപ്രോച്ച് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ ഇൻക്രീസ് വരുന്നു, രണ്ടാമത്തെ സ്റ്റേജിൽ, അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിഡ്യൂസ് ചെയ്യുകയും വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യുന്നു ഫസ്റ്റ് സ്റ്റേജിൽ. രണ്ടാമത്തെ സ്റ്റേജിൽ അത് സ്റ്റേബിളായിട്ട് ഒരു മാറ്റവുമില്ലാതെ പോകുന്നു. മൂന്നാമത്തെ സ്റ്റേജിൽ അത് ഡിക്ലൈൻ ചെയ്യുന്നു, വാല്യൂ ഓഫ് ദ ഫേം ഡിക്ലൈൻ ചെയ്യുന്നു എന്നാണ് ട്രഡീഷണൽ അപ്രോച്ച് പറയുന്നത്. നമുക്ക് നോക്കാം, അതിൻ്റെ തിയറിയിലേക്ക് പോവാം. ഇതാണ് ട്രഡീഷണൽ അപ്രോച്ച് അല്ലെങ്കിൽ ട്രഡീഷണൽ തിയറി എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത്, സജസ്റ്റ് ചെയ്തത് സോളമൻ എസ്രയാണ്. നോക്കാം, ദിസ് അപ്രോച്ച് ഈസ് ദ മിഡ് വേ ഓഫ് NI അപ്രോച്ച് ആൻഡ് NOI അപ്രോച്ച്, നെറ്റ് ഇൻകം തിയറി ആൻഡ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി. ഇതിൻ്റെ ഒരു മിഡ് വേ ആണ് ഇത് ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. NI തിയറിൻ്റെ NOI തിയറിയുടെയും മിഡ് വേ. അതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻ്റർമീഡിയറ്റ് അപ്രോച്ച് എന്നറിയപ്പെടുന്നു. അക്കോർഡിംഗ് ടു ദിസ് തിയറി ദ വാല്യൂ ഓഫ് ദ ഫേം ക്യാൻ ബി ഇൻക്രീസ്ഡ് ഇനീഷ്യലി. തുടക്കത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ക്യാൻ ബി ഡിക്രീസ്ഡ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുന്നുണ്ട് ബൈ യൂസിങ് മോർ ഡെപ്റ്റ്. നമ്മൾ കൂടുതൽ ഡെപ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ, ആസ് ദ ഡെപ്റ്റ് ഈസ് എ ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ട് ദെൻ ഇക്വിറ്റി. ഇക്വിറ്റിനേക്കാളും ചീപ്പായിട്ടുള്ള സോഴ്സാണ് ഇത് ഡെപ്റ്റ് എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുകയും വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ ക്യാൻ ബി റീച്ച്ഡ് ബൈ എ പ്രോപ്പർ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ്. ഏറ്റവും നല്ല മിക്സ് എത്തുമ്പം ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് എത്തുകയും അവിടെ വാല്യൂ ഓഫ് ദ ഫേം മാക്സിമം ആവുകയും ചെയ്യും, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബട്ട് ആഫ്റ്റർ എ പെർട്ടിക്കുലർ പോയിൻ്റ് ഓഫ്
പോയിൻ്റ് ഇഫ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ഈസ് ഇൻക്രീസ്ഡ്. ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഡെപ്റ്റിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സ്റ്റാർട്ട് ഇൻക്രീസിങ്. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയും മാർക്കറ്റ് വാല്യൂ ഡിക്ലൈൻ ചെയ്യുന്നു. വാല്യൂ ഓഫ് ദ ഫേമിന് ഡിക്ലൈൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നോക്കാം, ഇതൊരു 3 സ്റ്റേജായിട്ടാണ് ട്രഡീഷണൽ അപ്രോച്ച് ഉള്ളത്. നമുക്ക് നോക്കാം. ഇവിടെ തേർഡാണ് ട്രഡീഷണൽ അപ്രോച്ച്. ദിസ് അപ്രോച്ച് ഈസ് മിഡ് വേ ബിറ്റ്വീൻ ദ നെറ്റ് ഇൻകം ആൻഡ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്. Therefore is also known as intermediate approach. To test that increase its value of and reduce cost of capital up to point, but beyond that point use future debt will need to raise average cost of capital. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അറ്റ് ദാറ്റ് പോയിന്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഒപ്റ്റിമം അപ്രോച്ച് 3 സ്റ്റേജസ് ആയിട്ടുണ്ട്. 3 സ്റ്റേജസ് ആണ് ഈ ട്രഡീഷണൽ അപ്രോച്ച് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ ഇൻ ദിസ് സ്റ്റേജ് ഇൻക്രീസ് ദ ഫിനാൻഷ്യൽ ലിവറേജ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ റിസൾട്ട് ഇൻ ദ ഡിക്രീസ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഡിബഞ്ചേഴ്സ് കൂട്ടുകയാണെങ്കിൽ അവിടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യുകയും വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു ഫസ്റ്റ് സ്റ്റേജിൽ. ഇൻ ദിസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി റിമെയിൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ആ സമയത്ത് ഇക്വിറ്റീൻ്റെ കോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയി നിൽക്കും. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഓൾസോ റിമെയിൻ കോൺസ്റ്റൻറ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഡിക്ലൈൻ അറ്റ് ദ ഫാസ്റ്റർ റേറ്റ്. അതുകൊണ്ട് തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതായത് ഇക്വിറ്റീൻ്റെ ക്യാപിറ്റലും ഡിബഞ്ചറിൻ്റെ ഇക്വിറ്റി ക്യാപിറ്റൽ കോസ്റ്റും ഡിബഞ്ചറിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡിക്ലൈൻ ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേജിൽ ഫേം ഹാസ് റീച്ച്ഡ് എ സർട്ടൺ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. ഇൻക്രീസ് ഇൻ ലിവറേജ് ഡസ് നോട്ട് എഫക്റ്റ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇവിടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മാറ്റം വരുന്നില്ല. ആൻഡ് വാല്യൂ ഓഫ് ദ ഫേമിലും മാറ്റം വരുന്നില്ല. ദിസ് ഈസ് ബിക്കോസ് ദ ഇൻക്രീസ് ഇൻ ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ആ സമയത്ത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ത് ചെയ്യുന്നു, ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ബി മിനിമം ആൻഡ് ദ വാല്യൂ ഓഫ് ദ ഫേം. ഈ സമയത്താണ്, ഈ രണ്ടാമത്തെ സ്റ്റേജിലാണ് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമം ആവുകയും വാല്യൂ ഓഫ് ദ ഫേം മാക്സിമം ആവുകയും ചെയ്യുന്നത്. ഇവിടെയാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ വരുന്നത്. അതായത് ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ ഡിബഞ്ചേഴ്സ് കുറച്ച് കൂട്ടുമ്പോൾ അവിടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്നു, വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ഡെപ്റ്റിൻ്റെ പോർഷൻസ്, അതായത് ഡിബഞ്ചർ വീണ്ടും കൂട്ടുകയാണെങ്കിൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യും, മിനിമം ആവുകയും വാല്യൂ ഓഫ് ദ ഫേം മാക്സിമം ആവുകയും ചെയ്യും. വീണ്ടും നമ്മൾ ഡെപ്റ്റേഴ്സ് കൂട്ടുകയാണെങ്കിൽ പിന്നെ അവിടെ നേരെ എന്ത് ചെയ്യുന്നു, ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് കഴിഞ്ഞാൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു, കൂടുകയും വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് മൂന്നാമത്തെ സ്റ്റേജ്. ഇൻ ദിസ് ദ ഫർദർ ഇൻക്രീസ് ഇൻ ഡെപ്റ്റ് വിൽ ലീഡ് ടു ഇൻക്രീസ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇവിടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വാല്യൂ ഓഫ് ദ ഫേം എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ആകും. ഇങ്ങനെ 3 സ്റ്റേജ് ആയിട്ടാണ് ട്രഡീഷണൽ തിയറി പറയുന്നത്. ഇനി നമുക്കതിൻ്റെ ഗ്രാഫിക് മെത്തേഡിലേക്കൊന്ന് നോക്കാം. ഈ തിയറി നോക്കുമ്പോൾ ഇതാണ് 3 സ്റ്റേജായിട്ട് പറയുന്നത്. ട്രഡീഷണൽ തിയറി ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്. അതായത് OA തൊട്ടിട്ട് ഫസ്റ്റ് സ്റ്റേജ്, AB തൊട്ടിട്ട് സെക്കൻഡ് സ്റ്റേജ്, BX തൊട്ടിട്ട് തേർഡ് സ്റ്റേജായിട്ട് കാണിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം KE കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയാണ്, KO ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്, KD കോസ്റ്റ് ഓഫ് ഡെപ്റ്റാണ്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇവിടുന്ന് വലിയ മാറ്റമൊന്നുമില്ല, അത് ഒരേപോലെയാണ്. എപ്പം ഇൻട്രസ്റ്റ് എപ്പോഴും എന്തായിരിക്കും, ഒരേപോലെ ആയിരിക്കും. നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കൂട്ടുന്നതനുസരിച്ച് അതിൻ്റെ കോസ്റ്റ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇത് എപ്പോഴും ഈ ലെവൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റീൻ്റെത്
എന്തിനേക്കാളും കൂടുതലായിരിക്കും? കോസ്റ്റ് ഓഫ് ഡെപ്റ്റിനേക്കാൾ കൂടുതലായിരിക്കും. അതാണ് മുകളിൽ വരുന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഏവറേജ് ആയിരിക്കും എന്ത്? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഈ ലൈന് വരുന്നത്. അപ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയുന്നു. അതുകൊണ്ട് തന്നെ ഫേമിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് എത്തുമ്പോൾ ഈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അതേപോലെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൻ്റെയും വാല്യൂ എന്താണ്? സെയിം ആവുന്നു, ഒരേപോലെ ആവുന്നു. വലിയ മാറ്റമൊന്നുമില്ല, ഇൻക്രീസോ ഡിക്രീസോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്? ഒരേപോലെ പോകുന്നു. ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ്. അതായത് ഒന്നാമത്തെ സ്റ്റേജ് നമ്മൾ നെറ്റ് ഇൻകം അപ്രോച്ച്, അതായത് വാല്യൂ ഓഫ് ദ ഫേം എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഗ്രാഫിൽ കാണിക്കുന്നത്. അതായത് നെറ്റ് ഇൻകം തിയറി. രണ്ടാമത്തത് നെറ്റ് ഓപ്പറേറ്റിംഗ് തിയറിയാണ്. അത് പറയുന്നത് വാല്യൂ ഓഫ് ദ ഫേമിന് മാറ്റമൊന്നും വരുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ തിയറിയിൽ പറയുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും മിക്സ്ഡാണ് ഏത്? ട്രഡീഷണൽ തിയറി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കേസ് നോക്കാം. മൂന്നാമത്തെ സ്റ്റേജിൽ ഇവിടെ എന്ത് ചെയ്യുന്നു? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വാല്യൂ ഓഫ് ദ ഫേം ഡിക്രീസ് ആവുന്നു. ഈ 3 സ്റ്റേജാണ്. ഇതിനിടയിലാണ് ഈ സെക്കൻഡ് സ്റ്റേജിലാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ വരുന്നത്. ഇവിടെയാണ് വാല്യൂ ഓഫ് ദ ഫേം മാക്സിമം എത്തുന്നത്. അതായത് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമവും വാല്യൂ ഓഫ് ദ ഫേം മാക്സിമം ആവുകയും ചെയ്യുന്നത്. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിനിമം ഏറ്റവും കുറയുന്നു, വാല്യൂ ഓഫ് ദ ഫേം ഇൻക്രീസ് ചെയ്യും. ഈ റേഞ്ചാണ് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.